ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹധീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. സ്വഹാബിമാരുടെ കൂട്ടത്തിൽ ഏറെ സുപ്രധാന സ്ഥാനമുള്ള ആളാണ് അബൂ അയ്യൂബുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ സ്ഥാനവും പദവിയും നമ്മൾ അറിയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന കാലഘട്ടത്തെക്കുറിച്ച് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി. ആളുകൾ എല്ലാവരും അവരുടെ വീടിന്റെ വാതിലുകൾ തുറന്നിട്ട് വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനത്ത് വീടില്ലാത്തത് കൊണ്ട് തന്നെ ഓരോ സ്വഹാബിമാരും, മദീനക്കാരായ ഓരോ സ്വഹാബിമാരും ആഗ്രഹിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താമസം ഞങ്ങളോടൊപ്പമായിരിക്കണം. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകമായിരുന്ന ഖസ്വ, ആ ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് ഓരോരുത്തരും വലിക്കാൻ തുടങ്ങി. പ്രവാചകരെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടായിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ അതിന്റെ കടിഞ്ഞാണ് പിടിക്കുക. എവിടെയാണ് ഞാൻ താമസിക്കേണ്ടത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അത് അള്ളാഹു ആ ഒരു ഒട്ടകത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എവിടെയാണോ ഒട്ടകം മുട്ടുകുത്തുന്നത് അവിടെയാണ് എന്റെ താമസം. സ്വഹാബിമാരെല്ലാവരും കടിഞ്ഞാണ് വിട്ടു. ആ ഒട്ടകം നടന്നു പോകാൻ തുടങ്ങി. ഓരോ വീടുകളും ഇങ്ങനെ മുന്നിട്ട് ഇങ്ങനെ പോയി. അവസാനം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുറ്റത്തെത്തിയപ്പോൾ ആ ഒട്ടകം അവിടെ മുട്ടുകുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് മാസങ്ങളോളം താമസിച്ചത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലായിരുന്നു. വലിയ സൗഭാഗ്യം ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭക്ഷണം കഴിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ താമസിക്കാനും ഒക്കെ മാസങ്ങളോളം ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരേ ഒരു സ്വഹാബി അത് ഈ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹത്തിന്റെ സൗഭാഗ്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ചു എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പലരും പല സംശയങ്ങളും ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന് സാധിച്ചിട്ടുണ്ട്. അതിൽ വളരെ സുപ്രധാനമായ ഒരു സംഭവം, അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത്. നമ്മൾ അദ്ദേഹത്തിന് ലഭിച്ചുള്ള സൗഭാഗ്യങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഐശ്വര്യത്തെ കുറിച്ചൊക്കെയാണ് നമുക്ക് പറയാനുള്ളതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഐശ്വര്യത്തെ കുറിച്ച്, സമ്പന്നതയെ കുറിച്ച് പറഞ്ഞ ഒരു സംഭവം, അത് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവാണ് ആ ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നത്. ഒരു മനുഷ്യൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില ഉപദേശങ്ങൾ ചോദിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ 3 കാര്യം നീ ശ്രദ്ധിച്ചാൽ തഇഷ് ഗനിയ, നിനക്ക് ഒരു ഐശ്വര്യമുള്ള ഒരു ജീവിതം നിനക്ക് കിട്ടും, ഒരു സമ്പന്നതയുള്ള ഒരു ജീവിതം അത് നിനക്ക് ലഭിക്കുന്നതായി. എന്താണ് പ്രിയപ്പെട്ടവരെ ആ ഒരു 3 കാര്യങ്ങൾ? നമുക്ക് ഐശ്വര്യം നേടിത്തരുന്ന, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന 3 കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ജാഅ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, ഫഖാൽ അല്ലിംനി വഔജിസ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് അറിയിച്ചു തന്നാൽ, എനിക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരണം, അത് എനിക്ക് എന്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ വാക്കുകളിലൂടെ എനിക്ക് ചില കാര്യങ്ങൾ അറിയിച്ചു തരണം. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, ഒന്നാമത്തെ കാര്യം, സമ്പന്നത നേടിത്തരുന്ന, ഐശ്വര്യം നേടിത്തരുന്ന ഒന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കുൻത ഫീ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ, നീ നമസ്കാരത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ മുവദ്ദിഅന്റെ നമസ്കാരം നീ നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകമാണ്. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യത്തിനെ കുറിച്ച് പറയുന്നത്, സമ്പന്നത നേടിത്തരുന്ന ഒരു കാര്യം നമസ്കാരമാണ്. അല്ലാഹുവിനോടുള്ള ബന്ധം, ഒരു മനുഷ്യൻ തന്റെ രക്ഷിതാവിനോടുള്ള ഏറ്റവും വലിയ ബന്ധം എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ. അതുകൊണ്ടാണ് നമസ്കാരത്തിലെ ഒരു കർമ്മത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം അവൻ സുജൂദിലായിരിക്കുക. അത്രത്തോളം അല്ലാഹുവിനോട് അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒന്നുമില്ല. സുജൂദ് നമസ്കാരത്തിലുള്ള ഒരു കർമ്മമാണ്. ഇനി ആ നമസ്കാരത്തിന്റെ പ്രത്യേകതയോ, ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ, ഷഹാദത്ത് കലിമ ചൊല്ലിക്കഴിഞ്ഞാൽ ആദ്യം അയാൾ നിർവഹിക്കണം അയാൾ നിസ്കാരമാണ്. ഒരുപക്ഷെ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയങ്ങളിൽ മാത്രമാണെങ്കിൽ, നമസ്കാരത്തിന്റെ കാര്യം അങ്ങനെയല്ല. അയാൾ അത്രയും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമായി നമസ്കാരത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്നത് കൂടി പഠിപ്പിച്ചു.
ഈ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഖുർആനിൽ ആയത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമസ്കാരവും ഐശ്വര്യവും തമ്മിൽ, ഉപജീവനവും നമസ്കാരവും തമ്മിലൊരു ബന്ധമുണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, എന്താണെന്നറിയില്ല, എന്ത് ചെയ്തിട്ടും ഒരു ലാഭമില്ല, ഒന്നുമില്ല, എവിടേക്കോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും ഒരു ബറക്കത്ത് കിട്ടുന്നില്ല. നല്ലോണം ഓടുന്നുണ്ട്, ദുനിയാവിന് വേണ്ടി അങ്ങേയറ്റം ഓടുന്നു, പക്ഷെ ഒന്നിലും ഒരു പ്രസന്നത കിട്ടുന്നില്ല, ഒരു വിശാലത കിട്ടുന്നില്ല. എന്നാ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കിക്കോ, വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്, വഅ്മുർ അഹ്ലക ബിസ്സലാഹ് വസ്തബിർ അലൈഹാ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം. വസ്തബിർ അലൈഹാ, ആ നമസ്കാരത്തിൽ ക്ഷമാപൂർവം നിങ്ങൾ നിൽക്കണം. അങ്ങേറ്റത്തെ ക്ഷമ കൈകൊണ്ട് തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ നസ്അലുക റിസ്ഖ, നാം നിങ്ങളോട് ഒരു റിസ്ഖും ചോദിക്കണില്ല, നിങ്ങൾ എനിക്കൊന്നും തരണം, നിങ്ങൾ ഉപജീവനത്തിൽ ഒന്നും തരേണ്ടതില്ല. നഹ്നു നർസുഖുക, നാം നിങ്ങൾക്ക് റിസ്ഖ് നൽകും. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചിട്ട് തഫ്സീർ ഇബ്നു കസീറിൽ മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന വാചകം എന്താണെന്നറിയോ? നിസ്കാരവും മഈശത്തും തമ്മിൽ, ഉപജീവനവും തമ്മിൽ ബന്ധമുണ്ട്. നമസ്കാരവും ഉപജീവനവും തമ്മിൽ ബന്ധമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഈ ഒരു വാചകത്തിൽ കാണുവാൻ സാധിക്കും, തീർച്ചയായും നീ നമസ്കാരം കൃത്യമായി നിർവഹിക്കുകയാണെങ്കിൽ നീ വിചാരിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിനക്ക് ഉപജീവനം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന രൂപമാവൂല, നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപമാവില്ല, അല്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി ഒരാൾ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ ഫാതതുഹു സ്വലാ, ആരെങ്കിലും നമസ്കാരത്തിൽ അത് നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ, ഒരു നമസ്കാരം നഷ്ടപ്പെടുത്തിയാൽ പോലും ഫകഅന്നമാ വുതിറ അഹ്ലഹു വമാലഹു, അവന്റെ കുടുംബവും അവന്റെ സമ്പത്തും നഷ്ടപ്പെട്ടു ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനെ പോലെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യങ്ങൾ നമസ്കാരത്തിന് വലിയ പങ്കുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരാൾ നിസ്കരിക്കുന്നത് അയാൾക്ക് സമ്പത്ത് കിട്ടാനാവണം എന്ന ഉദ്ദേശത്തിലാകാൻ പാടില്ല, നിയത്ത് മാറാൻ പാടില്ല. അയാൾക്ക് എന്തെങ്കിലും ഐശ്വര്യം കിട്ടണം എന്ന ഉദ്ദേശത്തിലാണ് നമസ്കരിക്കേണ്ടത് എന്നല്ല. മറിച്ച് നമസ്കാരം എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണ്, ആരാധനയാണ്. അതിൽ നമ്മൾ കൃത്യത കൈവരിക്കുന്നുവെങ്കിൽ ഈ ദുനിയാവിലെ ചില കാര്യങ്ങളിൽ അള്ളാഹു നമുക്ക് ചില വിശാലതകൾ നൽകും. ഇനി ആ നമസ്കാരത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിച്ചിട്ടില്ല, നിസ്കരിക്കുന്നല്ല പറഞ്ഞു. ആ നിസ്കാരം എങ്ങനെയായിരിക്കണം അതുണ്ട്. ഒരു പക്ഷേ നമുക്ക് പറയാനുണ്ടാകും, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ടും എന്റെ ഉപജീവനത്തിൽ വിശാലത കിട്ടുന്നില്ല, എനിക്ക് ഐശ്വര്യം ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെയാണോ നമ്മൾ നമസ്കരിക്കുന്നത്? കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സ്വല്ലി സ്വലാത്ത മുവദ്ദിഅൻ, വിട പറയുന്നവന്റെ നമസ്കാരം. അവിടെ തന്നെ എല്ലാം ക്ലോസാ. വിട പറയുന്നവന്റെ നമസ്കാരം. ഒരാൾ, ഞാനിതാ ഇപ്പൊ മരിക്കും, എന്റെ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ എന്റെ മരണമാണ്, ഞാൻ സലാം വീട്ടി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു നെഞ്ചുവേദന വന്ന് ഞാൻ മരണപ്പെടാം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പുകൾ ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് കാല് വടിച്ച് താഴേക്ക് വീട് തല പൊട്ടി ഞാൻ മരിച്ചു പോകണം. ആ ഒരു ചിന്തയിൽ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിലും, അങ്ങനെ ഒരാൾ ചിന്തിച്ച് നമസ്കരിച്ചാൽ ഓനതിന് ശേഷം പോയിട്ട് ചെയ്യാനുള്ള കച്ചവടത്തെ കുറിച്ച് ചിന്ത ഉണ്ടാവില്ല നിസ്കാരത്തിൽ. വൈകുന്നേരം മക്കൾ വരുമ്പോൾ കൊടുക്കേണ്ട ഭക്ഷണത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവൂല. നാളെ കല്യാണത്തിന് പോകുമ്പോൾ കൊടുക്കേണ്ട പണത്തിന്റെ കണക്കിനെ കുറിച്ച് ചിന്ത ഉണ്ടാവൂല. ദുനിയാവിന്റെ ഒന്നും ചിന്തയായി വരില്ല. കാരണം ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയഭക്തി കിട്ടുന്നില്ല, എന്റെ നിസ്കാരത്തിൽ അശ്രദ്ധയാണ്, എനിക്ക് തീരെ ശ്രദ്ധ കിട്ടണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലൂ സ്വലാത്ത മുവദ്ദിഅൻ, വിട പറയുന്നവന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് വിചാരിച്ച് നിസ്കരിച്ചു. ഈ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ചേർത്ത് പറഞ്ഞു, കഅന്നക തറാഹു ഫഇൻ കുൻത ലാ തറാഹു ഫഇന്നഹു യറാക. നിസ്കാരത്തിന്റെ വിഷയത്തിലാട്ടോ പറയുന്നത്. നീ നിസ്കരിക്കുമ്പോൾ മനസ്സിലാക്കിക്കോ, അല്ലാഹ് നിന്നെ കാണുന്നുണ്ട്,
അള്ളാഹു നിന്നെ കാണുന്നത് പോലെ നീ നമസ്കരിക്കണം. വേറെ ആരും, നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. അവിടെയും പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, നമ്മുടെ നിസ്കാരത്തിൽ ഒറ്റക്ക് നിസ്കരിക്കണം, നമ്മുടെ ശ്രദ്ധ വേറെ എവിടെയോ പോകുന്നുണ്ട്. പെട്ടെന്ന് ആരെങ്കിലും വന്ന് നമ്മുടെ കൂടെ നമ്മളെ ഇമാമാക്കി അയാൾ മഅ്മൂമാകുന്ന ഒരവസ്ഥയാണെങ്കിലോ അപ്പൊ നമുക്ക് ഭയഭക്തി വരുന്നു, അപ്പൊ ശ്രദ്ധ വരുന്നു, അപ്പൊ ഉച്ചാരണങ്ങൾ ക്ലിയർ ആവുന്നു. അപ്പൊ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് നിസ്കരിച്ച്? അള്ളാന്റെ തൃപ്തിക്കല്ല. കാരണം അശ്രദ്ധമായിരുന്നു നമസ്കാരം. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹ് കാണുന്നത് പോലെ നിസ്കരിക്കും. നീ അള്ളാഹനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. നീ ഇമാമായി നിൽക്കുന്ന സമയത്ത് മഅ്മൂമ് നിന്നെ ശ്രദ്ധിക്കുന്നു എന്നതാണെങ്കിൽ, നീ ഇമാമാണെങ്കിൽ നിന്റെ മുന്നിൽ, നീ അള്ളാന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ആ ഒരു പേടി ഉണ്ടാവണം, ആ ഒരു ശ്രദ്ധ ഉണ്ടാവണം. നമസ്കാരം കൃത്യമാണോ പ്രിയപ്പെട്ടവരെ? എല്ലാ അർത്ഥത്തിലും ഒരു സമ്പന്നത. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ധന്യത ലഭിക്കുന്ന, സമ്പന്നത ലഭിക്കുന്ന രണ്ടാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, വലാ തകല്ലം ബികലാമിൻ തഅ്തദിറു മിൻഹു ഗദാ. നീ ഒരു കാര്യം സംസാരിക്കരുത്, നാളെ അതിനെക്കുറിച്ച് ഉസുറ് പറയുന്ന രൂപത്തിൽ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ചില ആൾക്കാരോട് സംസാരിക്കും, പറയാനുള്ളതൊക്കെ ഉണ്ട് പറയും, എന്നിട്ട് പറയും, ഞാൻ പറഞ്ഞത് കുറച്ച് ഓവറായില്ലേ, നിങ്ങൾ എനിക്ക് ക്ഷമിച്ചു തരണം. അങ്ങനെ ഒരു ക്ഷമാപണം നടത്തുന്ന രൂപത്തിൽ നീ ഒരു വാക്കും പറയരുത്, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ സംസാരിക്കാത്തതിന്റെ പേരിലൊന്നും എനിക്ക് ഖേദം തോന്നിയിട്ടില്ല, പലപ്പോഴും സംസാരിച്ചതിന്റെ പേരിലാണ് എനിക്ക് ഖേദം തോന്നിയത്. ഞാൻ അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉച്ചരിക്കേണ്ടതില്ലായിരുന്നു. ഈ രൂപത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കും. എന്തും പറയാനുള്ളതല്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്, എന്തും പറയാനുള്ളതല്ല, നമ്മുടെ നിയന്ത്രണമുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സംസാരത്തിൽ നിയന്ത്രണമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാം പറയരുത്. നീ സംസാരിക്കുകയാണെങ്കിൽ പിന്നീട് ഉദുറ് പറയുന്ന രൂപത്തിലേക്ക്, ഒരു ക്ഷമാപണം നടത്തുന്ന രൂപത്തിലേക്ക് നിന്റെ സംസാരം മാറി. അവിടെയാണ് ഒരു ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുക. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് എന്തോ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ചെല്ലുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഹുവ യജ്ബിദു ലിസാനഹു, അദ്ദേഹം തന്റെ നാവ് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുക, ഒന്നും ഉണ്ടാതെ ഈ നാവ് ഇങ്ങനെ പിടിച്ചു നിൽക്കുക. ഇത് കണ്ടതും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗഫറല്ലാഹു ലക, നിങ്ങൾ ഒഴിവാക്കി, എന്തായി കാണിക്കണേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നതല്ലേ, അള്ളാഹു നിങ്ങൾക്ക് പുറത്ത് തരട്ടെ. ഈ രൂപത്തിലൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്താണ് നിങ്ങൾ ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്ന ഹാദാ ഔറദുൽ മവാലി, ഏറ്റവും വലിയ വിപത്തുണ്ടല്ലോ ഇതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ശൈഉൻ മിനൽ ജസദി ഇല്ലാ യശ്കു ഇലല്ലാഹി ലിസാന അലാ ഹിദ്ദതി. മനുഷ്യന്റെ ശരീരത്തിൽ ഒരവയവുമില്ല ഈ നാവിനെ പോലെ, നാവിന്റെ കാര്യത്തിൽ ഒരു ബേജാറുണ്ടാക്കുന്ന ഒരു അവസ്ഥയില്ല. നാവിന്റെ കാര്യത്തിൽ ആവലാതി പറയുന്നതല്ലാത്ത ഒരു അവയവം ഉണ്ടാവില്ല. എല്ലാ അവയവവും നാവിന്റെ കാര്യത്തിൽ ആവലാതി. ഈ ഒരു വാക്കൊന്ന് ആലോചിച്ച് കാണിച്ചു. നാവിന്റെ കാരണത്താലാണ് എല്ലാ പ്രശ്നങ്ങളും. എത്രയെത്ര കുടുംബ ബന്ധങ്ങൾ തകരുന്നു, എത്രയെത്ര വ്യക്തിബന്ധങ്ങൾ ഇല്ലാതാകുന്നു, എത്രയെത്ര സുഹൃത്ത് ബന്ധങ്ങൾ ഇല്ലാതാകുന്നു, ഒക്കെ നാവ് കാരണം. നമ്മൾ ആവശ്യമുള്ളത് പറയണ്ട എന്നല്ല, പക്ഷേ പറയേണ്ടതേ പറയാൻ പാടുള്ളൂ. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് മുആദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനീ ബിഅമലി, എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ അറിയിച്ചു തരണം. ആ അമലിന്റെ പ്രത്യേകത യുദ്ഖിലുനി അൽ ജന്ന വയുബാഇദുനി മിനന്നാർ, എനിക്ക് സ്വർഗം നേടിത്തരുന്ന, സ്വർഗത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്ന, നരകത്തിൽ നിന്നും എന്നെ അകറ്റി നിർത്തുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞിരുന്നു.
ഇത് കേട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് സഅൽത അൻ അദീമിൻ വഇന്നഹു ലയസീറു അലാ മാ യസ്റഹു അല്ലാഹു അലൈഹി. നിങ്ങൾ ചോദിച്ചത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്, ഏറ്റവും ഗൗരവപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ചോദിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിനോടുള്ള ആരാധനയെക്കുറിച്ചും നമസ്കാരത്തിനെ കുറിച്ചും ജിഹാദിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഇങ്ങനെ പല കാര്യങ്ങളും അറിയിച്ചു. ഓരോന്ന് മുആദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു. പിന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വലിയൊരു ഹദീസാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദിനോട് പറയാണ്, അലാ ഉഖ്ബിറുക ബിമിലാകി ദാലിക കുല്ലി. ഈ പറയപ്പെട്ട എല്ലാ കാര്യത്തിന്റെയും ഒരു ആകത്തുക ഞങ്ങൾക്ക് പറഞ്ഞിട്ട്, നിസ്കാരവും നോമ്പും ഹജ്ജും ജിഹാദും ഒക്കെ പറഞ്ഞിട്ട് പറയാണ്, ഇതിന്റെ എല്ലാം ഒരു ആകത്തുക പറഞ്ഞിട്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ അറിയിച്ചേരും, അതെനിക്ക് പറഞ്ഞിരി. ആ സമയത്ത് ഫഅഖദ ബിലിസാനിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാവ് ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, കുഫ്ഫ അലൈക ഹദാ, ഇത് നിയന്ത്രിച്ചു, ഇത് നീ പിടിച്ചു വെച്ചു. ഇത് കേട്ടത് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നബിയല്ലാഹ് വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം ബിഹി, ഞങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ പിടിക്കപ്പെടുന്ന ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ സംസാരിച്ചതിന്റെ പേരിൽ ഞങ്ങൾ കുറ്റക്കാരാകുമോ? എന്താ ഞാൻ പറഞ്ഞിട്ടില്ലുള്ളൂ എന്നാണല്ലേ നമ്മൾ നിസ്സാരവൽക്കരിക്കുക. ഞാൻ കേട്ടതല്ലേ പറഞ്ഞത് എന്നല്ലേ പറയാ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, സകിലതുക ഉമ്മുക യാ മുആദ്, മുആദിനോട് പറയാണ്, എന്താ വല്ലാത്തൊരു കാര്യം തന്നെ എന്നുള്ളൊരു പ്രയോഗമാണ്. ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഉമ്മ നഷ്ടപ്പെടട്ടെ എന്നുള്ള പ്രയോഗം നടത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, വഅൽ യകുബ്ബുന്നാസ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യന്മാര് നാളെ പരലോകത്ത് നരകത്തിലേക്ക് അവരുടെ മുഖം കുത്തി വരുന്നത് അവരുടെ നാവ് കൊണ്ടല്ലാതെ മറ്റൊന്നുമില്ല. നാവ് കാരണത്താലാണ് മനുഷ്യന്മാര് നരകത്തിലേക്ക് മുഖം കുത്തി വരിക. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര ഗൗരവമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിന്, ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ. എത്രയോ ബന്ധങ്ങൾ, എല്ലാത്തിലും കയറി അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും, എനിക്ക് മുണ്ടാക്കാൻ കഴിയൂല, ആരെന്ത് വിഷയത്തിൽ സംസാരിക്കുമ്പോഴും അതിൽ കയറി ഇടപെടുന്നത്. ചില ആളുകൾ അവരുടെ പേര് തന്നെ ചൂടൻ സ്വഭാവമുള്ള ആളാണ്, ഓനൊരു ചൂടനാണ്, അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാർ. എല്ലാവരോടും അങ്ങനെ ഞാൻ കുറച്ചൊന്ന് ദേഷ്യത്തില സംസാരിക്കും, എന്നാലേ എനിക്കൊരു വില ഉണ്ടാകുള്ളൂ. എന്ത് വില പ്രിയപ്പെട്ടവരുണ്ടാകും? നമ്മളോട് നാലാളെ മുന്നിൽ വെച്ചിട്ട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ ആ ദേഷ്യപ്പെട്ട വ്യക്തിയോട് നമുക്ക് എന്താ തോന്നുക? ഒരു ബഹുമാനം ഉണ്ടാവില്ല. വല്ല ബഹുമാനം നമ്മൾ കൊടുക്കും എങ്കിൽ നമ്മുടെ ഭാര്യയുടെ വിഷയത്തിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ കാര്യത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, വാപ്പയോട് ഉമ്മയോട് എന്തെല്ലാം വാക്കുകളാ പലരും പറയുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം, ലാ തകല്ലം, നീ സംസാരിക്കരുത്. നാളെ നീ ഒരു ക്ഷമാപണം നടത്തുന്ന രൂപത്തിലൊരു വാക്കു നീ പറയരുത്. അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ വിഷയം ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം, എന്തും കയറി പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പറഞ്ഞതിന് ശേഷം ആലോചിക്കല്ല, പറയുന്നതിന് മുമ്പ് ആലോചിക്കുക. ഞാനത് പറയണോ വേണ്ടയോ, അങ്ങനെ ആലോചിച്ച് മാത്രം സംസാരിക്കുക. അതാണ് ഒരു വിശ്വാസി. എങ്കിൽ അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പന്നത, ഐശ്വര്യം നൽകും. അവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആ ഐശ്വര്യം. ഒരാൾ സംസാരത്തിലൂടെ എങ്ങനെ ഐശ്വര്യം കിട്ടുക? അയാളുടെ വ്യക്തിബന്ധങ്ങൾ നന്നാവും. അതല്ലെങ്കിലോ എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുന്ന ഒരവസ്ഥയിലേക്ക് അയാൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക്, ആരോടും അടുപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ. ചില ആൾക്കാർ ഇങ്ങനെ ചിലരെ കുറിച്ച് പറയുന്ന എന്തായിരിക്കും, ഓനെ അടുപ്പിക്കാൻ പറ്റില്ല, ഓന്റെ നാവ് ശരിയല്ല, അവളുടെ നാവ് ശരിയല്ല, എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഒരു സദസ്സിലേക്ക് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിളിക്കുകയാണെങ്കിൽ ഇന്ന ആളെ വിളിക്കാന്ന് പറയുമ്പോൾ അയാളെ വിളിക്കല്ലേ. ഒരു സദസ്സിൽ എങ്ങനെ സംസാരിക്കാൻ അയാൾക്കറിയില്ല, ഒരാളോട് എങ്ങനെ ഇടപെടണം അയാൾക്കറിയൂല. അങ്ങനെ നമ്മളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നൊരവസ്ഥ ഉണ്ടോ? നമ്മൾ പരിശോധിക്കണം. ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ തിരുത്തണം. കാരണം ഒരു വിശ്വാസി ആളുകൾക്ക് തൃപ്തിപ്പെട്ടോ ഇല്ല എന്നുള്ളതല്ല, പക്ഷെ പറയുന്ന ശൈലിയിലും പറയുന്ന വാക്കുകളിലുമൊക്കെ ഒരു കൃത്യതയും വ്യക്തതയും ഉണ്ടാകും. ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലായിരിക്കണം സംസാരിക്കേണ്ടത്.
ഇനി മൂന്നാമത്തെ കാര്യം, ഒരാൾക്ക് ഐശ്വര്യം ലഭിക്കുന്ന സമ്പന്നത നേടിത്തരുന്ന മൂന്നാമത്തെ കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅജ്മഇൽ യഅസ മിമ്മാ ഫീ യദിന്ന. ജനങ്ങളുടെ കയ്യിലുള്ളതിന് നീ ആഗ്രഹം വെക്കണം. ജനങ്ങളുടെ കയ്യിലുള്ളതിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കണ്ട, നീ അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ചു. അല്ലാത്ത വാക്കാ പറയുന്നത്. ജനങ്ങളുടെ കയ്യിലുള്ളതിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുമ്പോൾ നമുക്ക് നിരാശ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെ അവരെന്നെ സഹായിച്ചില്ല, ഞാൻ പ്രതീക്ഷിച്ച പോലെ അവരെന്നോട് പറഞ്ഞില്ല. പല ആളുകളും പറയാറുള്ളത് എന്താ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും അവരെന്നോട് ഇങ്ങനെയാ പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ സഹായിച്ചിട്ടും അവരെന്നോട് ഇങ്ങനെയാ പ്രതികരിച്ച്. അവിടൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഏതൊരു വാക്ക് പറയുമ്പോഴും ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു സഹായം കൊടുക്കുമ്പോഴും അത് സാമ്പത്തികമാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അവരിൽ നിന്ന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യണതെങ്കിൽ ഒരു പക്ഷേ അയാളത് പറയണമെന്നില്ല, നമ്മൾ ആഗ്രഹിച്ചതുപോലെ അയാൾ പെരുമാറണമെന്നില്ല. പക്ഷെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്താലോ, അള്ളാന്റെ അടുക്കൽ കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്താലോ, എങ്കിൽ ഇവിടുന്ന് ആരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാന്റെ സർട്ടിഫിക്കറ്റ് അവിടെ. എന്തുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു മകൻ വാപ്പയെ അനുസരിക്കണം. ഇവിടുന്ന് എല്ലാം ചെയ്തു കൊടുത്തു, വാപ്പാക്ക് വേണ്ട എല്ലാ മരുന്നും പഠിച്ചെടുത്തു, ഉമ്മാക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തെടുത്തു, നമ്മുടെ ജീവിതത്തിന്റെ വലിയ ഒരു ഭാഗത്തിലെ സമ്പാദ്യം മുഴുക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ എന്നിട്ടും അവരുടെ ചില വാക്കുകൾ നമ്മുടെ മനസ്സ് കീറി മുറിക്കുന്ന രൂപത്തിൽ വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ശൈത്താൻ നമ്മുടെ മനസ്സിലിടും. എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടും എന്ത് വാപ്പയായിട്ടെന്താ, എന്ത് ഉമ്മയായിട്ടെന്താ, ഓരിങ്ങനത്തെ വാക്കുകളാണല്ലോ പറയുന്നത്, ഞാൻ ഓരിങ്ങനൊന്നും പറയുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. അതല്ല വിശ്വാസി. കാരണം നമ്മൾ ചെയ്യുന്നത് അവരിങ്ങോട്ട് സംസാരിക്കണം, അവരിങ്ങോട്ട് നല്ല വാക്ക് പറയണം എന്ന ഉദ്ദേശത്തിലാവാനേ പാടില്ല. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചാലോ പിന്നെ ഈ ദുനിയാവ് മാത്രമായി നമ്മുടെ പ്രതീക്ഷ. ജനങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രതീക്ഷ വെച്ചത്, അള്ളാഹുവിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. ഭാര്യ എല്ലാ സൗകര്യങ്ങളും ഭർത്താവിന് ചെയ്തു കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, എല്ലാ വീടും വൃത്തിയാക്കി. എന്നിട്ട് അവൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഭർത്താവ് വന്നിട്ട് അത് നോക്കിയിട്ട് പറയും ആ നല്ല ഉഷാറായിക്കുന്നു. പക്ഷെ ഭർത്താവ് ഇതൊന്നും ശ്രദ്ധിച്ചില്ല, ഒന്നും ശ്രദ്ധിച്ചില്ല. സ്വാഭാവികമായിട്ട് ഭാര്യന്റെ മനസ്സ് വേദനിക്കും. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മൂപ്പര് നല്ല വാക്ക് പറഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരി, നീ പ്രതീക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ നല്ല വാക്കുകൾക്കല്ല. നീ വീട് വൃത്തിയാക്കുന്നത് അള്ള പറഞ്ഞതിന്റെ പേരില്ല, നീ ഭക്ഷണം ഉണ്ടാക്കുന്നത് അള്ള പറഞ്ഞതിന്റെ പേരില്ല, നീ മക്കളെ നോക്കുന്നത് അള്ള പറഞ്ഞതിന്റെ പേരില്ല. ആ ഒരു ഉദ്ദേശത്തിൽ ചെയ്താലോ, അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാലോ ഒന്നും വെറുതെ ആവൂല, ഒന്നും വെറുതെ ആവൂല. ഇതിനുള്ള ഭർത്താക്കന്മാരോട് പറയട്ടെ, നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി പലതും ചെയ്തു കൊടുത്തു, എല്ലാം ചെയ്തു കൊടുത്തിട്ടും ചില വാക്കുകൾ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു വല്ലാത്ത നന്ദിയില്ലാത്തൊരു വർത്താനം തന്നെ പോയി. നമ്മൾ അവളുടെ നന്ദി വാക്കിന് വേണ്ടിയാണോ ചെയ്തത്? അവളുടെ നന്ദി കിട്ടാൻ വേണ്ടിയിട്ടാ ചെയ്തത്? എന്നാൽ ഈ ദുനിയാവിനോട് കൂടി അത് കഴിഞ്ഞു. എന്നാൽ നമ്മൾ ചെയ്യുന്നത് അവൾക്ക് ഭക്ഷണം റെഡിയാക്കാനുള്ള അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, അവൾ രോഗിയായപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയത്, അവൾക്ക് വേണ്ടി സാമ്പത്തികമായി ചെലവഴിച്ചത് ഒക്കെ അള്ള പറഞ്ഞതിന്റെ പേരിലാണ്. കാരണം അവളുടെ വലിയന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന വാചകത്തിൽ ഒന്നാമത്തത് ബിസ്മില്ലാ, അള്ളാന്റെ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ സ്വീകരിച്ചത്. അള്ളാന്റെ പേര് പറഞ്ഞ് സ്വീകരിച്ചാൽ അവൾക്ക് കൊടുക്കുന്ന ഓരോ നന്മകളിലും അള്ളാന്റെ അടുക്കലാണ് പ്രതീക്ഷ വെക്കേണ്ടത്. ഞാൻ ഇവൾക്ക് കൊടുത്താൽ, എന്റെ മക്കളെ ഞാൻ നോക്കിയാൽ, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ അള്ളാന്റെ അടുക്കലേക്ക് പോയി. അതാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൽ പ്രതീക്ഷ ഉണ്ടാകും, അതൊരു ഭാഗം മാത്രം. ഇനി ഇതിന്റെ വിശ്വാസപരമായ ഒരു കാര്യം കൂടി, ഒരു പക്ഷേ പല ആളുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഉടനെ കുറച്ച് തവണയൊക്കെ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പിന്നെ എനിക്ക് കിട്ടിയില്ല, ഞാൻ വേറെ ഇന്ന ആഴ്ത്തു പോയി. എത്രയോ ആളുകളുണ്ട് അവരുടെ ജീവിതത്തിൽ വല്ല പ്രതിസന്ധികളും കടന്നു വന്നാൽ വേഗം അള്ളാഹു അല്ലാത്തവരിലേക്ക് കൈകൾ ഉയർത്തുന്ന ആളുകൾ, ഏതെങ്കിലും ജാറങ്ങളിലേക്ക് പോകുന്ന ആളുകൾ, ഏതെങ്കിലും മക്ബറുകളിലേക്ക് പോകുന്ന ആളുകൾ, ഏതെങ്കിലും വലിയ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകളുടെ അടുക്കിലേക്ക് പോകുന്ന ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം വിശുദ്ധ ഖുർആൻ പിൻപറ്റി ജീവിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവൻ പ്രതീക്ഷ വെക്കേണ്ടത് അല്ലാഹുവിലാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അദ്ദേഹം വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം ജീവിക്കുന്നു.
മക്കളില്ല. ഒരു പ്രവാചകന്റെ അവസ്ഥ കേട്ടോ. ഒരു പ്രവാചകൻ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളം ജീവിച്ചിട്ടും അദ്ദേഹത്തിന് മക്കളെ കിട്ടിയില്ല. ആ സമയത്ത് നിരാശയോടുകൂടിയുള്ള വാക്കല്ല അദ്ദേഹം നടത്തുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിലെ 4-ാമത്തെ ആയത്തിൽ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന അല്ലാഹു പറയുന്നുണ്ട്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല അർ-റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയാ. സുബ്ഹാനല്ലാഹ്, എന്ത് നല്ല വാക്കാണെന്നറിയോ. ശരിക്ക് ഈ ഒരു പ്രാർത്ഥനയെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഏറ്റവും നല്ല പ്രാർത്ഥന. പ്രാർത്ഥനകളുടെ രൂപം എന്ന് പറഞ്ഞ എങ്ങനെയായിരിക്കണം? ആദ്യം തന്റെ പ്രശ്നങ്ങൾ എന്താന്ന് പറയും. അള്ളാഹിനോട് പറയണം, റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. റബ്ബേ, എന്റെ ആരോഗ്യത്തിൽ എന്റെ ഈ ശരീരമൊക്കെ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്റെ എല്ലിന്റെ ബലങ്ങളൊക്കെ പോയിട്ടുണ്ട്. വസ്തഅല അർ-റഅസു ശൈബ, എന്റെ തലയൊക്കെ നരച്ചു, പ്രായമായി എന്ന് പറയണം. എനിക്ക് അങ്ങേറ്റം പ്രായമായിട്ടുണ്ട്. എന്നാലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ. റബ്ബേ, നിന്നോടുള്ള പ്രാർത്ഥനയിൽ ഞാൻ ഒരിക്കലും നിരാശനല്ല. സുബ്ഹാനല്ലാഹ്, അതാണ് വാക്ക്. നമ്മളെ പ്രശ്നങ്ങൾ അല്ലാഹുവോട് പറയും. എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് റബ്ബേ. എല്ലാം അള്ളാഹ്ക്ക് അറിയില്ലെന്ന് പറയലല്ല, എന്റെ പ്രശ്നം എന്താണ് ഞാൻ റബ്ബിനോട് പറയണം. എന്റെ ഇന്ന പ്രശ്നങ്ങൾ. എന്നാലും റബ്ബേ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കും. നിനക്ക് കഴിവുണ്ട്, എന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. യഹ്യ എന്ന് പറയുന്ന ഒരു മകനെ കൊടുത്തു. ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് നുബുവത്തും കൊടുത്തു. അത്രയും വലിയൊരു തൗഫീഖ് അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹ് കൊടുത്തു. അത് മക്കളുടെ വിഷയത്തിൽ മാത്രമല്ല, രോഗം കൊണ്ട് പ്രയാസത്തിലാണോ? അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമ്മൾ അറിയണം. അയ്യൂബ് നബി അലൈഹിസ്സലാമക്ക് രോഗം വന്നിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത പരീക്ഷണങ്ങളാണ്. അദ്ദേഹത്തിന്റെ മക്കൾ മരണപ്പെട്ടു, സമ്പത്ത് മുഴുക്കയില്ലാതായി. അദ്ദേഹത്തെ നാട്ടുകാരെല്ലാവരും കൈയൊഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായി ഒരു ഭാഗത്ത് താമസിച്ച്, ആരും ഒരു മനുഷ്യനും ഇല്ലാത്തൊരു ഭാഗത്ത് പോയി നിന്നിട്ട് ഭാര്യ മാത്രം കൂട്ടി നിൽക്കുക. 1-2 ദിവസമല്ല കേട്ടോ, 1-2 വർഷങ്ങളല്ല, വർഷങ്ങളോളം. ചില ചരിത്രങ്ങൾ കേട്ടാൽ 17 കൊല്ലത്തോളം അത്രയും കാലം രോഗിയായിട്ട് ആരാ കഴിയുന്നത്? ഒരു പ്രവാചകന് പരീക്ഷണമായിട്ട് അല്ലാഹ് കൊടുക്കണം. ആ പരീക്ഷണത്തിൽ അദ്ദേഹം പറയുന്ന വാചകം എന്താ? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ദുർറു വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവോട് പ്രാർത്ഥിച്ച സന്ദർഭം അല്ലാഹുവോട് പറയാണ്, അന്നി, റബ്ബിനെ വിളിച്ചിട്ട് പറയാണ്, അന്നി മസ്സനിയൽ ദുർറു, റബ്ബേ, എനിക്ക് പരീക്ഷണങ്ങളും വിപത്തുകളും പ്രയാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ വഅൻത അർഹമുർ റഹീമീൻ, റബ്ബേ, നീ അങ്ങേയറ്റം കരുണ തിരിയുന്നവനാണ്, കരുണ ചൊരിയുന്നവരിൽ അങ്ങേയറ്റം കാരുണ്യവാനാണ്. സുബ്ഹാനല്ലാഹ്, ആ വാക്ക് നോക്ക്. 17 കൊല്ലം രോഗിയായിട്ട് കിടന്നിട്ടും അള്ളാനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഒരു വാക്കല്ല. എന്താ പഠിച്ചോന്ന് ഇന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മൾ നോക്ക്, നമ്മളെ ജീവിതത്തിൽ 1-2 കൊല്ലം ചില പരീക്ഷണങ്ങൾ വന്ന് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടും അതിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ? ഞാൻ കുറെ കാലം പ്രാർത്ഥിച്ചു, പിന്നെ എനിക്ക് ഉത്തരം കിട്ടില്ല, ഞാൻ അവിടെ നിർത്തി. ജനങ്ങളിൽ പ്രതീക്ഷ വെക്കുന്നവർ അങ്ങനെയാണ്. പക്ഷെ അള്ളാഹുവിൽ പ്രതീക്ഷ വെക്കുന്നവർ അങ്ങനെയല്ല. അള്ളാഹു നൽകാൻ കഴിയുന്നവരാണ്. റഹ്മത്ത് നൽകുന്നവരിൽ, കരുണ ചൊരിയുന്നവരിൽ അങ്ങേയറ്റത്തെ കാരുണ്യമാണ്. റബ്ബേ, നീയാണ്. ഒരു വഴി റബ്ബ് കാണിച്ചു തരും, പക്ഷെ ധൃതി കാണിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ അവരുടെ ധൃതിയെ കുറിച്ച് പറഞ്ഞു. അവരുടെ ധൃതി എന്താന്ന് പറയും? പ്രാർത്ഥനയിൽ ധൃതി കാണിക്കാം. അവരുടെ പ്രാർത്ഥനയ്ക്ക് അത് ഉത്തരം കൊടുക്കൂല. എന്താണ് പ്രാർത്ഥനയിലുള്ള ധൃതി എന്നറിയോ? അവര് പറയലാണ്, ദഅഉതു റബ്ബി ഫലം യുസ്തജബ ലി, ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, പക്ഷെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ പറയാത്തിടത്തോളം കാലം അള്ളാഹു അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും പ്രാർത്ഥനകളില്ലേ, ആവശ്യങ്ങളില്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, ആ ആവശ്യങ്ങൾ നിർവഹിച്ചു തരാൻ കഴിയുന്ന ഖദീർ തന്നെയാണല്ലോ, കഴിവുള്ളവനാണല്ലോ.
പിന്നെ എന്തുകൊണ്ട്? ആ ചോദ്യത്തിനുള്ള മറുപടി കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുകിൽ അവൻ ചോദിച്ച ഉടനെ കൊടുക്കാം, അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ കൊടുക്കും, എപ്പോഴെങ്കിലും കുറച്ച് സാവകാശം കഴിഞ്ഞിട്ടാണെങ്കിൽ കിട്ടും. അതല്ലെങ്കിലോ പരലോകത്തേക്ക് മാറ്റിവെക്കും. പരലോകത്തേക്ക് മാറ്റിവെക്കും. ചില ആൾക്കാർ പറയും, പരലോകത്ത് കിട്ടിയിട്ട് ഇപ്പൊ എന്താ കാര്യം, ഇവിടെയല്ലേ കിട്ടണ്ടേ? എന്നാ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിക്ക, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലാണ്. ഇവിടെ കാലാകാലം കഴിയുന്നവരാരല്ലേ? ആരുമില്ലല്ലോ. ഈ ചുരുങ്ങിയ കാലത്തൊരു പക്ഷേ അള്ളാഹു അത് നൽകിയില്ല, അതിലൊരു ഖൈറുണ്ട്. നമ്മൾ ചോദിച്ചു, ഒരു വാഹനം റബ്ബേ കാലങ്ങളായി ഞാൻ ചോദിക്കുന്നു, എനിക്ക് കിട്ടിയില്ല. നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു. നമുക്കറിയില്ല അതിന്റെ തൊട്ടപ്പുറത്തുള്ള അവസ്ഥ എന്താണെന്നുള്ളത്. നമുക്ക് ആ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വാഹനം ഓടിച്ചിട്ടായിരിക്കും നമ്മുടെ മരണം സംഭവിക്കുക. അത് ഭാവിയെ കുറിച്ച് അറിയാത്ത നമുക്കറിയണമെന്നില്ല, പക്ഷെ റബ്ബിനറിയാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലത് നമുക്ക് അപ്പ തരൂല, പിന്നീടത്തേക്ക് മാറ്റിവെക്കും. അല്ലെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ തരൂല, പരലോകത്തേക്ക് മാറ്റിവെക്കും. അതല്ലെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിച്ചോ അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ, ഞാൻ 5 കൊല്ലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറയണ്ട. 5 കൊല്ലം പ്രാർത്ഥിച്ചതും വെറുതെ ആയിട്ടില്ല. നമ്മുടെ പാപങ്ങൾ അവിടെ പൊറുക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശ വേണ്ട. അള്ളാന്റെ കാര്യത്തിൽ നിരാശ വേണ്ട. നമ്മൾ ചോദിക്കുന്ന ഏതൊരു കാര്യവും ചെയ്തു തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന വിശ്വാസമുണ്ടെങ്കിൽ ആ വിശ്വാസി നിരാശനാവില്ല. ഏതെങ്കിലും ഒരു വഴിയിൽ അള്ളാഹു അതിനെന്തെങ്കിലും ഒരു വഴി കാണിച്ചു, നിരാശയില്ലാതെ ഇരിക്കുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം ജനങ്ങളുടെ കൈകളിലുള്ളത് നോക്കിയിട്ട് നമ്മൾ സമാധാനം കൊള്ളണം. നമ്മൾ ചോദിക്കേണ്ടത് അവിടെയാണ്. ഒരിക്കലും കുറവ് വരാത്ത, ഒരിക്കലും നഷ്ടം വരാത്ത, ഒരിക്കലും കഴിഞ്ഞുപോയി എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവുന്നു. അങ്ങനത്തെ ഒന്നല്ല നമ്മുടെ റബ്ബ്. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങളും അത് ഏത് സമയത്താവട്ടെ, ഏത് സന്ദർഭത്തിലാവട്ടെ, കൃത്യമായി റബ്ബിനോട് ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വാലിഹായ മുറാദുകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പന്നതയും നേടാനുള്ള 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. അതിൽ 3ാമത്തെ കാര്യമാണ് അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കാം, ജനങ്ങളിൽ പ്രതീക്ഷ വെക്കാതിരിക്കാം. ഈ വിഷയത്തിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസുണ്ട്. കുട്ടിയായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. നമ്മുടെ ഹദീസ് ഗ്രന്ഥങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളിലും വന്ന ഒരു സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയാണ്, യാ ഗുലാം, പൊന്നുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്, ഞാൻ നിനക്ക് ചില വാക്കുകൾ പറഞ്ഞുതരാം, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചുതരാം. ഇഹ്ഫദില്ലാഹ് യഹ്ഫദുക, നീ അള്ളാഹനെ സൂക്ഷിച്ചാൽ അള്ളാഹ് നിന്നെ സംരക്ഷിക്കും. നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കാണോ, എന്നാൽ അള്ളാഹിന്റെ സംരക്ഷണം നിനക്കുണ്ടാവും. ഇഹ്ഫദില്ലാഹ് തജിദുഹു തുജാഹക, നീ അള്ളാഹനെ സൂക്ഷിച്ചാൽ നീ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ അഥവാ നിന്റെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു ഒരു വഴി നിനക്ക് കാണിച്ചു തരും. എന്നിട്ട് പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചു. വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം ചോദിക്കാണോ, രക്ഷ ചോദിക്കാണോ, എന്നാൽ അള്ളാഹിനോട് തന്നെ നീ സഹായം ചോദിക്കും, നീ രക്ഷ ചോദിക്കും. എന്നിട്ട് പറയാണ്, വഅലം, നീ അറിയണം. ഈ വാചകം നേരെ ശ്രദ്ധിക്കണം. വഅലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നീ മനസ്സിലാക്കിക്കോ, അന്നൽ ഉമ്മത ലബിജ്തമഅത അലാ അൻ യൻഫഉക ബിശൈഇൻ ലം യൻഫഉക ഇല്ലാ ബിശൈഇൻ ഖദ് ഖതബ അല്ലാഹു ലക. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഒരു ജനങ്ങളെല്ലാവരും കൂടിയിട്ട് നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. എല്ലാ ആളുകളും ഒന്നിച്ച് നിനക്കൊരു ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ അള്ളാഹു നിനക്കത് വിധിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് കിട്ടൂല, അത് നിനക്ക് കിട്ടൂല. എന്നിട്ട് വീണ്ടും പറയാണ്, വലൗ ഇജ്തമഉ അലാ അൻ യദുറൂക ബിശൈഇൻ
ലം യദുറൂക ഇല്ലാ ബിശൈഇൻ. എല്ലാവരും കൂടി നിനക്ക് ഉപദ്രവം വരുത്താൻ വേണ്ടി തീരുമാനിച്ചു. നാട്ടിലുള്ള മുഴുവൻ ആളുകളും തീരുമാനിച്ചു നിന്നെ ഉപദ്രവിക്കണം, നിനക്ക് പ്രയാസം വരുത്തണം, നിന്നെ പുറത്താക്കണം, നിന്നെ മഹല്ലിൽ നിന്ന് ഒഴിവാക്കണം, നിന്നെ ഒറ്റപ്പെടുത്തണം എന്ന് തീരുമാനിച്ചാലും അത് കഴിയൂല, അള്ളാഹു വിധിച്ചിട്ടില്ലെങ്കിൽ. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖദ് കതബഹുല്ലാഹു അലൈക്, അത് നിന്റെ മേൽ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ, അല്ലെങ്കിൽ സംഭവിക്കൂ. വിശ്വാസിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ധൈര്യം നേടിത്തരുന്ന ഒരു ഹദീസാണ്. ആരൊക്കെ എന്നെ എന്തൊക്കെ ചെയ്താലും ശരി, അള്ളാഹ് വിചാരിച്ചത് എനിക്ക് നടക്കും, അതിനപ്പുറത്തേക്ക് ഒന്നും ഇവിടെ നടക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, റുഫിഅത്തിൽ അഖ്ലാം വജുഫത്തിസ് സുഹുഫ്, എഴുതപ്പെട്ട ആ പേനകളൊക്കെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആ എഴുത്തൊക്കെ, അതിന്റെ പേനകളൊക്കെ ഉയർത്തപ്പെട്ടു. ആ ഏടുകളൊക്കെ, അതൊക്കെ, ആ മഷിയൊക്കെ ഉണങ്ങും ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും അതിലേക്ക് ചേരപ്പെടില്ല. ഇതാ പ്രിയപ്പെട്ടവരൊരു വിശ്വാസി, ഒരു വിശ്വാസിയുടെ ധൈര്യമാണ്, അവന്റെ പ്രതീക്ഷ. അള്ളാഹ് വിചാരിച്ചിട്ടുണ്ടോ എന്നാലേ നടക്കുള്ളൂ. ജനങ്ങൾ വിചാരിച്ചിട്ടൊന്നും നടക്കൂല. ജനങ്ങൾ വിചാരിച്ച ഒന്നുമില്ല. ഇവിടെ ആരുടെയെങ്കിലും അവരുടെ ശാപം കൊണ്ടാ ഇന്നത് നടക്കുക, അല്ലെങ്കിൽ ഇന്ന ആളുടെ കുരുത്തക്കേട് അവിടെ, ഒന്നുമില്ല. അള്ളാഹ് വിചാരിച്ച് നടക്കും. അള്ളാഹു വിചാരിക്കാത്ത, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകാത്ത ഒന്നും ഇവിടെ നടക്കില്ല. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് നടത്തുന്ന പ്രാർത്ഥന. അതാണ് നമ്മുടെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിക്കഴിഞ്ഞാലേ നമ്മൾ നടത്തുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാകും. ചില ആളുകൾ വലാ റാദ്ദ ലിമാ ഖളൈത എന്നുള്ള പ്രയോഗം നടത്താറുണ്ട്. പക്ഷെ അതല്ലാത്ത റിപ്പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പ്രാർത്ഥനന്റെ അർത്ഥം എന്താണെന്നറിയാം? അല്ലാഹുവേ, നീ തരാൻ ഉദ്ദേശിച്ചത് തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. നീ തരാൻ ഉദ്ദേശിച്ചത് ഇത്ര ആളുകൾ വിചാരിച്ചു, ഓരൊക്കെ തടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഓരെല്ലായിടത്തും കംപ്ലൈന്റ് കൊടുത്തു, ഇവിടെ പരാതി കൊടുത്തു, അവിടെ പരാതി കൊടുത്തു, പരമാവധി മുടക്കാൻ നോക്കി, ഒന്നും നടക്കൂല. നീ വിചാരിച്ചത് നടക്കും. എല്ലാവരും നിനക്കൊരു സഹായം ചെയ്യാൻ ഉദ്ദേശിച്ചു, അതും ഈ വാചകത്തിലുള്ളതാണ്. എന്നാൽ അല്ലാഹുവേ, നീ വിധിച്ചതേ നടക്കും. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ മനസ്സ് തട്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. എന്നാൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ധൈര്യം അത് അളവറ്റതായിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങൾ പരിശ്രമിക്കുക. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനയോട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ഇസ്സത്തുള്ള ഒരു ജീവിതം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാ സമയത്തും അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഇവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.